ഇന്നൊരു സ്പെഷ്യൽ നോമ്പുതുറ ഉണ്ടോ. നമ്മളെ ചെങ്ങായിൻ്റെ അച്ഛൻ്റെ ആണ്ട് ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നോമ്പുതുറക്കാണ് ക്ഷണിച്ചിരിക്കണേ. നോമ്പ് മാസം ആയതുകൊണ്ട് തന്നെ. അതെ വേറെ പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ പിന്നെ ഓന് നോമ്പുതുറ ക്ഷണിക്കുക മാത്രമല്ല, ഓന് എല്ലാ വർഷവും നോമ്പെടുക്കുകയും ചെയ്യും. അതായത് കഴിഞ്ഞ വർഷം നോമ്പിന് തന്നെ കേട്ടോ ഇവിടുത്തെ നോമ്പുതുറ ഉണ്ടായിന്. ഓനൊരു 4-5 വർഷമായിട്ട്. ഓൻ മാത്രമല്ല, ഷിബിനാണ് അവൻ്റെ പേര്. ഓന് ശരണൊക്കെ എല്ലാ നോമ്പെടുക്കലും ഉണ്ട് റമദാനിലൊക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ചെക്കന്മാർക്കൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഉണ്ടാവുന്ന പരിപാടി തന്നെയാണ്. മാത്രമേ നമ്മൾ ഓണത്തിനും ഇതൊക്കെ മെയിനായിട്ട് ഈ 2 വീട്ടിലേക്കാണ് വരല്. അപ്പോൾ ഇതാണ് ഷിബിൻ്റെ വീട്. ഇത് ശരൻ്റെ വല്യമ്മ ലീലേച്ചി. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഇതാണ് റിയൽ കേരള സ്റ്റോറി. നേരം വയ്ക്കും. അപ്പൊ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാണ്ട് വെള്ളം കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഭക്ഷണം കഴിക്കാം. അങ്ങനെയാണോ? ഇത് നോമ്പുണ്ടോ ഇവരെ? അങ്ങനെ സാധനങ്ങൾ എടുത്ത് വെച്ചപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായി. എന്നെ ബാങ്ക് കൊടുത്ത് നോമ്പ് പിന്നെ ചിക്കൻ ബിരിയാണി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഷിബിൻ്റെ അച്ഛൻ്റെ ആണ്ട് ദിവസമായിട്ടുണ്ടെങ്കിൽ കുറച്ച് ചടങ്ങുകൾ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളും പതുക്കെ ഷിബിനോട് യാത്രയും പറഞ്ഞ് ഇറങ്ങി. ഇത് ഞങ്ങൾ വരാം. ഓക്കെ. അപ്പോൾ ഓക്കെ, അടുത്ത പരിപാടിക്കാണ് സെറ്റ്.